വളരെയധികം സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തീർത്തും പറയാൻ വയ്യ. വലിയ തോതിലുള്ള ദുഃഖം, അതായത് ചെയ്യാത്ത തെറ്റിനും കുറ്റത്തിനും വെറും അധമ രാഷ്ട്രീയം ഉപയോഗിച്ച് മലിനപ്പെടുത്താൻ ശ്രമിച്ച ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഉയർപ്പ് മാത്രമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല രാഷ്ട്രീയ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്, മോദിയുടെയും അമിത്ഷായുടെയും ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്റെയും സുരേഷ് ഗോപിയുടെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നല്ല ഈ പണം കൊടുക്കുന്നത്. ഇന്ത്യയിലെ പണപ്പിരിവ് അത് ചുങ്കത്തിന്റെ പേരിൽ പിരിച്ചു വരുന്ന പണം, അതിൽ നിന്ന് ബഡ്ജറ്റ് അലോക്കേഷൻ വഴി കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് അനുവദിച്ച് തന്നിട്ടുള്ള തുകയിൽ നിന്ന്, അത് ഉത്സവകാല ആഘോഷങ്ങൾക്ക് വേണ്ടി കേരളത്തിന് അനുവദിച്ചിട്ടുള്ള 80 ലക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം 2025-26 എന്ന് പറയുമ്പോൾ അത് മാർച്ച് 31 കഴിഞ്ഞു. ഘട്ടത്തിൽ 80 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷമാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കൊടുത്തത്. 24 ലക്ഷമാണ് പുലിക്കളി സംഘങ്ങൾക്ക് അനുവദിച്ചത്. ഒരു 9 ലക്ഷം രൂപയുടെ അധികം ചെലവെന്ന് പറയുന്നത് സ്പെഷ്യൽ പെർമിഷൻ ക്യാബിനറ്റിൽ നിന്ന് സാധ്യമാക്കിക്കൊണ്ടാണ്. അങ്ങനെ മൊത്തം ഏതാണ്ട് 89 ലക്ഷമാണ് കഴിഞ്ഞ വർഷം കൊടുക്കാൻ സാധിച്ചത്. ഈ വർഷം അത് 80 ലക്ഷവും അതിൽ നിന്ന് 20 ലക്ഷം നെഹ്റു ട്രോഫി, 20 ലക്ഷം ഉത്രട്ടാതി വള്ളംകളി. അതിൻ്റെ പാരമ്പര്യ സ്വഭാവം വളരെ കൾച്ചറലായിട്ടുള്ള ഒരു എലമെൻ്റ് ആയതുകൊണ്ട് അതുകൂടി ഇത്തവണ, കഴിഞ്ഞ തവണ സാധിച്ചില്ല, ഉൾപ്പെടുത്തിക്കൊണ്ട് 20 ലക്ഷം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക്. ഈ വർഷം പുലിക്കളി സംഘങ്ങൾക്ക് 25 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തവണ വളരെ കൃത്യമായിട്ട് IAS-കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിൽ ഇതിൻ്റെ ഗൈഡ് ലൈൻസ്, സ്പോൺസർഷിപ്പാണോ ഫണ്ടാണോ, ഇതൊന്നും ഇങ്ങനെ വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ഇത് ആത്യന്തികമായിട്ടൊരു സെൻട്രൽ സപ്പോർട്ട് ഫണ്ട് തന്നെയാണ്. അതിന് ചില പാരാഫർമേലിയ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് പുലിക്കളി സംഘങ്ങൾ വായിച്ച് മനസ്സിലാക്കണം എന്ന് നമുക്ക് നിർബന്ധിക്കാനാകത്തില്ല. ഇത് DTPC-യിലേക്കാണ് കേരള സർക്കാരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വഴി വരുന്നത്. അവിടെ ഇരിക്കുന്ന ടൂറിസം സെക്രട്ടറി തുടങ്ങി ജില്ലാ കളക്ടർ, DTPC-യിലെ ഉദ്യോഗസ്ഥർ എല്ലാം വായിച്ച് മനസ്സിലാക്കേണ്ട. ഇതിന് ഞങ്ങൾക്ക് തലേന്നാണ് ഈ ഓർഡർ കിട്ടിയത് എന്ന് പറയുന്നത് അതിലേക്ക് വഴിതെളിച്ച ഒരു അധമ രാഷ്ട്രീയ പ്രവർത്തനം കൂടി ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശ്രീ ബിജു എന്ന് പറയുന്ന കേരളത്തിൻ്റെ ടൂറിസം സെക്രട്ടറിയെ ഒരു 25 തവണ അങ്ങോട്ട് വിളിച്ച് ഞാൻ മന്ത്രിയായതിനു ശേഷം നടക്കുന്ന രണ്ടാമത്തെ പുലിക്കളിയാണ്, എനിക്കിതിൽ പങ്കാളിയായേ മതിയാവും എന്ന് നിർബന്ധപൂർവം പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു കത്ത് വരാതെ ഒരു കാരണവശാലും ഇത് അവിടെ ക്യാബിനറ്റിൽ പ്രസന്റ് ചെയ്യാനാകത്തില്ല. കാരണം ഇന്ന് വരെ കേന്ദ്ര ടൂറിസത്തിൽ നിന്നോ കേന്ദ്ര ക്യാബിനറ്റിൽ നിന്നോ പുലിക്കളിക്ക് ഒരു തുക അനുവദിച്ചു വന്ന ചരിത്രം ഭൂമി മലയാളത്തിനുണ്ടായിട്ടില്ല.